ബാംഗ്ലൂർ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? പാക്കിംഗ് ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ട്രെയിനിൽ കയറി അധികം സമയമൊന്നും ഉണ്ടാവില്ല, നേരെ ഉറങ്ങാനുള്ള ടൈമായിട്ടു. 9 മണിക്കാണ് ട്രെയിൻ. പക്ഷേ ട്രെയിൻ വന്നപ്പോൾ 9:30 അരമണിക്കൂറിൽ സ്വാഭാവികം. ഞാൻ കയറി നേരെ ബെഡൊക്കെ വിരിച്ച് AC ആയിരുന്നു, കയറി കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീക്കുന്നത് തമിഴ്നാട് എവിടെയോ തിരുപ്പത്തൂരോ എവിടെയോ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു AC കോച്ചിൽ. എനിക്കങ്ങനെ കാല് തണുത്ത് മരവിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. കാരണം എന്താ, ട്രെയിൻ ആദ്യം അരമണിക്കൂർ ലേറ്റ് ആണെങ്കിലും പിന്നീട് 2.5 മണിക്കൂർ ലേറ്റായേ. ആഫ്റ്റർ എ ലോങ് ജേണി ഞങ്ങളങ്ങനെ ഫൈനലി വി ആർ റീച്ചിങ് ടു ദ ബാംഗ്ലൂർ. അങ്ങനെ കൃഷ്ണരാജപുരം അവിടെയാണ് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ട്രെയിൻ അടുത്ത് നീങ്ങി. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂരിൽ പോകുന്നത്. സോ എക്സൈറ്റഡ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല, ആകെ അത്ര സെറ്റപ്പ് ഇല്ല, എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇത് നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നേരെ കസിൻ വന്നിരുന്നു, അവരുടെ വണ്ടിയിൽ നിന്ന് നേരെ അവരുടെ ഫ്ലാറ്റിലോട്ട് പോയി. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് ഉറങ്ങി, കാരണം എനിക്ക് ഉറക്കം തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല, ആകെ തലവേദനയായിരുന്നു. ഉറങ്ങാതിരുന്നാൽ അതൊരു വലിയ വിഷയമാവും. ഇതാണ് അവരുടെ ഫ്ലാറ്റ്, നല്ല ഫ്ലാറ്റ്, ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. ഒരു കുഞ്ഞി ബാൽക്കണിയും ഒരു 2 റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമുള്ളൊരു സ്ഥലം. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അതായത് കുറേ കിട്ടടുക്കി വെച്ച പോലെയുള്ള സംഭവങ്ങൾ. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.